ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മാക്സി തയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തുണി. അതിൻ്റെ ഒരു കരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നാലായിട്ട് മടക്കി ഇടാം. എന്നിട്ട് നമുക്ക് ഇന്നൊന്ന് അളവെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഷോൾഡർ 7.5 എടുക്കുന്നത്. സിമ്പിൾ നൈറ്റിയാണ് കേട്ടോ. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ വരുന്ന ഒരു നെക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ചതുരക്കഴുത്തൊക്കെ വരുന്ന കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. 7.5 ഇഞ്ച് തന്നെയാണ് താഴോട്ട് നമുക്ക് ആംഹോളിൻ്റെ അവിടെയും എടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലോട്ട് 4 ഇഞ്ച് കൂട്ടിയിട്ട് 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്ത് അടയാളപ്പെടുത്താം. അല്ലാത്ത നമ്മൾ നൈറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ അവിടെ കേവ് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ആം ഹോൾ വെച്ചിട്ട് നമ്മൾ കേവ് കൊടുക്കാം. അതില്ലാത്തവർക്ക് 1 ഇഞ്ച് കോൺ ഷേപ്പിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റല്ലേ നമ്മൾ അളവെടുത്തത് ആം ഹോളിൻ്റെ അവിടെ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ആം ഹോളൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് നോക്കാം. ഷേപ്പിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം. ഷേപ്പിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി, അതായത് ഒരു മാക്സിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാം. ബോഡി മെഷർമെൻ്റ് എന്നാണെന്ന് വെച്ചെങ്കിൽ ഷേപ്പിലോട്ട് നമുക്ക് എത്രയാണ് നമുക്ക് ലൂസ് വേണ്ടത്. ചിലർക്ക് നല്ല ലൂസ് വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് ലൂസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ 4/1 ഭാഗം എന്നിട്ട് 1.5 ഇഞ്ച് കൊടുക്കുക. അതല്ലാത്തവർക്ക് ലൂസ് വേണ്ട, നല്ല ടൈറ്റ് ഫിറ്റിലൊക്കെയാണോ വേണ്ടതെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഷേപ്പിൻ്റെ അവിടെ ഒന്നും കൂട്ടാൻ നിൽക്കണ്ട. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ട് കൊടുക്കുക, 4/1 ഭാഗം എടുത്തിട്ട്. എന്നിട്ട് നമുക്ക് ഇനി താഴെ ഭാഗത്തും എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടതിന് ശേഷം അതിലോട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന്, അതായത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഷേപ്പിലോട്ട് നമ്മളൊരു വര വരക്കുന്നു. എന്നിട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ താഴോട്ടുള്ള ആ ഒരു ലൈനിലോട്ട് കൊടുക്കുകയാണ്. താഴെ ഞാൻ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. അതിൽ കൂടുതൽ കിട്ടും, പക്ഷെ 17 ഇഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു കറക്റ്റ് ഒരു വീതിയായിരിക്കും കേട്ടോ 17 ഇഞ്ച്. ഇനി കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് അത്രയും വേണ്ടവർക്ക് എടുക്കാം. ഞാനിവിടെ 17 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 3 മീറ്ററിൻ്റെ തുണിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സ്ലീവ് എടുക്കുക എന്നുള്ളതൊക്കെ ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്നാണ് സ്ലീവ് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ റെഗുലറായിട്ട് നമുക്ക് ഒരു കിട്ടൂല സ്ലീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട നീളം നമ്മൾ നീട്ടി കൊടുക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബോഡിയുടെ പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ ഞാൻ കട്ട് ചെയ്തു. ഇനി എല്ലായിടത്തും നമുക്കൊരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ബാക്കി ഭാഗമാണ് ഇതിൻ്റെ സൈഡത്തെ ഭാഗമാണ്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് എത്രയാണോ വേണ്ടത് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എത്രയാണോ വിടുത്ത് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ബാക്കി തുണി കേട്ടോ. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് എത്രയാണോ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് എത്രയാണോ ഇഞ്ച് കിട്ടേണ്ടത് ആ ഒരു ഇഞ്ചിൽ നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ കുഴി ഞാൻ എടുക്കുന്നതിൻ്റെ, അതായത് ആ മുകളിൽ നിന്ന് താഴോട്ട് എത്രയാണ് ആ കുഴി എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അളവ് ചെസ്റ്റിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് ആ ഒരു കുഴി നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളിത് കണ്ടെത്തിയിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇത് കൊടുക്കുക. പിന്നെ ഫസ്റ്റിൽ തന്നെ ഇത് വാങ്ങിയിട്ട് മടി പിടിപ്പിക്കണ്ട, ഒന്ന് അധികം പഠിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ കിട്ടൂല. ഇനി നമുക്കതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ചും കൂടി പീസ് ഉണ്ടല്ലോ, അത് തേച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് എടുക്കട്ടോ നമ്മുടെ സ്ലീവിൻ്റെ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴെ ഭാഗത്തൊരു കഷ്ണം മേക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് അളവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി വരുന്ന ഈ ഒരു തുണിയിൽ നമ്മൾ കറക്റ്റ് അളവ് വെച്ച് നോക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അളവ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിതാ ഇതുപോലെ ഏച്ച് കൊടുത്താൽ നമുക്ക് സ്ലീവ് കിട്ടി. ഇനി ഞാൻ നെക്ക് എടുക്കുകയാണ്. നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട്. 3.5 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും. അപ്പോൾ 3.5 ഇഞ്ച് മുകളിലാണ് എടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ 3 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 3 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 3.5 ഇഞ്ച് തന്നെ താഴെ നമുക്ക് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മാറിൻ്റെ അവിടെയൊക്കെ നല്ല വിഡ്ത്തായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ താഴെ 3 ഇഞ്ചും മുകളിൽ 3.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. എന്നിട്ട് 3.5 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ചിലോട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ചതുരക്കഴുത്ത് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ആ ഒരു പൊളപ്പായിട്ട് ഇങ്ങനെ നിൽക്കൂലേ, അങ്ങനെ നിൽക്കൂല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ആ മാക്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനി ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ച് വിഡ്ത്തും ഒരു 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ലെങ്ത്ത് കുറവ് വേണ്ടവർക്ക് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം. നെക്ക് ഈ ഒരു ചതുരക്കഴുത്തിൽ എങ്ങനെയാണ് ആ ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ചതുരക്കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ക്യാമറയിൽ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെക്കുക. ഒരു ഭാഗം ക്ലിയറായിട്ട് വെക്കുക, 2 കുത്തനെയുള്ള ഭാഗം ഇങ്ങനെ ക്ലിയറായിട്ട് വെക്കുക. എന്നിട്ട് താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കുത്തനെ മടക്കി വെക്കുക കേട്ടോ. മറിച്ച് ഇങ്ങനെ മടക്കി വെക്കുക. കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ട് തന്നെയാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഭാഗം മാത്രമുള്ളൂ നമുക്ക് കുറച്ചൊരു ടൈറ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് വേണ്ട അത്രയും തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനത് കട്ട് ചെയ്യാതെ ഇങ്ങനെ ഇത്ര നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതൊന്ന് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇതാണ് മോഡൽ. ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് നമ്മളെ ആ ചതുരത്തിൻ്റെ അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാനിത് അത്രയും സ്ലോ ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് നോക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശരിക്കും വെച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ താഴെ മറിച്ചിടുന്ന രീതി മനസ്സിലായല്ലോ. അത് അങ്ങനെ മറിച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ഒരു ഭാഗം ക്ലിയർ ചെയ്താൽ പിന്നെ മറ്റേ ഭാഗത്തായിരിക്കും നമുക്ക് കുറച്ച് പ്രശ്നം വരുന്നത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് മറിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ആ ഒരു കോണ് വരുന്നത് ഇങ്ങനെ കേട്ടോ. ഇതേപോലെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ ഇത് താഴെ ഒരുപോലെയാണോ വരുന്നതെന്ന് നോക്കുക. വന്നിട്ട് അല്ലാന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഇങ്ങനെ താത്തിയിട്ട് വീണ്ടും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, മനസ്സിലായവർക്ക് ഇങ്ങനെ വെക്കാൻ മനസ്സിലായവർക്ക് പ്രശ്നമില്ല. അല്ലാത്തവർ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കുക കേട്ടോ.
കാരണം കുറച്ചൊരു റിസ്ക്കാണ്. പെട്ടെന്ന് ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു റിസ്ക് തോന്നും. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതാ ഇതേപോലെ ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി പിൻ ചെയ്യാതൊക്കെ ആണെങ്കിൽ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മളിതെങ്ങനെയാണ് നൈറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം. അതിന് മുന്നേ നമ്മൾ നമുക്ക് കിട്ടിയ നെക്ക് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് അളന്ന് നോക്കണം കേട്ടോ. താഴോട്ട് നമ്മൾ 6 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടുത്തെ 3.5 ഇഞ്ചാണ് മുകളിൽ, താഴെ നമ്മൾ 3 ഇഞ്ച് വേണം. അപ്പോൾ താഴെ നമ്മൾ നോക്കുമ്പോൾ 3.5 7 ഇഞ്ച് വേണം. താഴെ നമ്മൾ നോക്കുമ്പോൾ 3 6 വേണം കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ ബോഡി പാർട്ട് എടുക്കാം. ഫ്രണ്ട് വശത്തിൻ്റെ ബോഡി പാർട്ട് എടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് വലത്തോട്ടും 3.5 ഇഞ്ച് ഇടത്തോട്ടും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്ക് നമ്മളിവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ബാക്ക് വശത്ത്, അതായത് ചീത്ത വശത്താണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ മറിച്ച് നല്ല വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ, ബാക്കിയൊക്കെ നമ്മൾ മറ്റേ നെക്ക് വെക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ മുകളിലൂടെ അടിച്ച് എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തിലൂടെ ഒരു പ്രസ് അടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് സൈഡ് കാണുന്നില്ലേ, അവിടെ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. മടക്കി ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി ബാക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് അറിയില്ലേ? നേരായിട്ട് തുണി വെക്കുക, എന്നിട്ട് ക്രോസ് ആയിട്ട് വരച്ച് അതിലൂടെ കട്ട് ചെയ്യുക കേട്ടോ. എന്താണ് ക്രോസ് പീസ്? ആ ക്രോസ് പീസിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് മോഡലിലും നമുക്ക് വളച്ചും തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ചുളിവുണ്ടാവില്ല. അതാണ് ക്രോസ് പീസിൻ്റെ പ്രത്യേകത. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ, ഒരുമിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട് വശത്തിൻ്റെ നല്ല ഭാഗവും ബാക്ക് വശത്തിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ച് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ തന്നെ മുന്നേ വീഡിയോ കുറേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ച് വിട്ട് പോണത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടെക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ചുളിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയും അതുപോലെ ഈ ഒരു മാക്സിയുടെ മോഡലൊക്കെ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമല്ലാത്തവർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് മുട്ടുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇനി നമ്മൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് സ്ലീവിന്മേലും കുറച്ച് പണിയുണ്ട്. ആദ്യം നമുക്കതൊന്ന് ഏച്ച് കൊടുക്കണം. ഒരേ പുള്ളി ആയതുകൊണ്ട്, ഒരേ പ്രിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രിൻ്റ് മാറി പോകുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ലീവ് നമുക്കൊന്ന് ഏച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ അവിടെ വന്നിട്ടുള്ള ആ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡിസൈന്, അത് നമുക്ക് നമ്മുടെ സ്ലീവിലും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതും കൂടെ കാണിക്കാം. അതിന് നമ്മൾ 4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ, അതായത് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അത് മറിച്ചിട്ട് മുകളിലോട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ നല്ല വശത്ത് നമ്മൾ പ്രസ് അടി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി 2 സ്ലീവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരേ അളവാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട് വശത്ത് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ അറിയാലോ അല്ലേ? മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകും. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഫ്രണ്ട് വശം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്ലീവ് നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എത്രയാണോ അളവ് നമുക്ക് വേണ്ടത് ആ ഒരു അളവിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു 1.5 ഇഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക.
പിന്നെ എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അളവെടുത്തും കൂടെ നോക്കിക്കൊണ്ട് കേട്ടോ, കറക്റ്റ് തന്നെ അല്ലേ, 1.5 ഇഞ്ച് തന്നെയല്ലേ വേണ്ടതെന്നൊക്കെ. പിന്നെ നമ്മൾ താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നൈറ്റി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.